ഹലോ എവ്രിവൺ, നാഗേന്ദ്രൻ ഹണിമൂൺസിനെ പറ്റി സംസാരിക്കുകയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശ്വേത ചേച്ചി ഒരുപാട് ഫീച്ചർ ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ടെലിവിഷൻ ഷോസ് ചെയ്തിട്ടുണ്ട്, റിയാലിറ്റി ഷോയിൽ കോntestant ആയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഡിഫറെന്റ് വാസ് ഇറ്റ് ഫ്രം ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഫ്രം ഫീച്ചർ ഫിലിംസ് വെബ് സീരീസിലേക്ക് വന്നപ്പോൾ ഹൗ ഡിഫറെന്റ് വാസ് ഇറ്റ്? എനിക്ക് ഇതിന്റെ മുമ്പ് ഒരുപാട് വെബ് സീരീസ് ഓഫർ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഐ എം സോ ഹാപ്പി ഞാൻ വെയിറ്റ് ചെയ്തു. ഓക്കെ, യുനോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഐ വാസ് വെരി പ്ലെസന്റ്ലി സർപ്രൈസ് വെൻ നിതിൻ കോൾ മീ ആൻഡ് ഒരു വൺ ലൈൻ പറഞ്ഞപ്പോ എനിക്ക് അവിടെ തന്നെ ഞാൻ ഹുക്കോണ്ടായി. ആൻഡ് നമ്മുടെ എന്താ പറയുക ടൈറ്റിൽ പോലെ തന്നെ നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. ഐ തിങ്ക് ഷൂട്ടിംഗ് വാസ് ഓൾസോ ഹണിമൂൺ ഫോർ ഓൾ ഓഫ് us. ഇറ്റ് വാസ് ഓൾ യുനോ, ആ മീനിങ്ങിൽ എടുക്കരുത്. ഇറ്റ്സ് എ പ്യൂർലി പോസിറ്റീവ് മീനിങ്. ഇറ്റ് വാസ് എ പാർട്ടി ആൻഡ് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ഏത് ആർട്ടിസ്റ്റിനോട് ചോദിച്ചോളൂ, നമ്മളുടെ ആക്ടിങ് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ആക്ട് ചെയ്തു അതിൽ. ഐ തിങ്ക് വി ജസ്റ്റ് വെന്റ് ത്രൂ എ ഫ്ലോ. I think he has done a fantastic. I'm so happy I worked with him. Very, very proud of him. And I think I'm waiting for this season 2. Season 2, season 3, season 4. ശ്വേതയുടെ ക്യാരക്ടറാണ് ബേസിക്കലി ഇതിന്റെ ഒരു ബിഗിനിങ് റൈറ്റിംഗ് സ്റ്റേജിൽ എഴുതുമ്പം ഐ ഹാഡ് ഇൻ മൈ മൈൻഡ്. ബാക്കിയൊക്കെ പിന്നീട് കാസ്റ്റ് ആയിരുന്നു. ശ്വേത ചേച്ചിയുടെ എഴുതുമ്പോൾ ഐ വാണ്ടഡ് സംബഡി ലൈക്ക് ശ്വേത ചേച്ചി തന്നെ കണ്ടിട്ടാണ് ആ ക്യാരക്ടർ. സോ ഐ വാസ് ഓൾസോ വെരി ആങ്ഷ്യസ്. ചേച്ചി ഓക്കെ ആണോ, പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുവോ, ഡേറ്റ്സ് ഉണ്ടാവോ എന്നൊക്കെയുണ്ട്. ബിക്കോസ് ഐ റിയലി വാണ്ടഡ്. സോ താങ്ക് യു. അല്ല, മെയിൻ ബിക്കോസ് ഞാൻ ഒരു പടത്തിന് വേണ്ടി തടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിതിൻ ഞാനിപ്പോ കുറച്ച് തടിച്ചിട്ടുണ്ട് ഒരു പടം. അതന്നെ വേണ്ട, അതന്നെ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, യോ ഇത് എപ്പോ ഞാൻ ഇത് കുറയ്ക്കും, യുനോ. സോ അങ്ങനെ, സോ എവറിഥിങ് ജസ്റ്റ് നമ്മൾ പറയില്ലേ, എല്ലാം ഫ്ലോയിൽ വീണു, അതേ ഉള്ളൂ, യുനോ. ശ്വേത ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ്? ഇപ്പൊ ഇതിന്റെ ട്രെയിലറിലൊക്കെ ശ്വേത ചേച്ചി ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്, ചെറുതായിട്ടൊരു ഗ്ലിംസ് പോലെ. അപ്പൊ എന്താണ്, വാട്ട് ഈസ് യുവർ ക്യാരക്ടർ ലൈക്ക്? നത്തിങ് ലൈക്ക് ശ്വേത മേനൻ. അതാണ് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഒരു സ്ട്രോങ് ഹെഡഡ് ലേല സുൽത്താന, ഭയങ്കര സ്ട്രോങ് ഹെഡഡ് സ്ത്രീയാണ്. ആൻഡ് പക്ഷെ എനിക്ക് തോന്നുന്നു ലൈഫിൽ കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്ത ഒരു സ്ത്രീയാണ്. So then what happens? വളരെ ടഫ് ആയിട്ടുള്ള ക്യാരക്ടർ. ടഫ് ഇൻ ദ സെൻസ് ഒരു ഉള്ളിന്റെ ഉള്ളിൽ ടഫ് ആണ്. നമുക്ക് അവരുടെ ഫേസിലെ എക്സ്പ്രഷൻസ് ഒന്ന് മനസ്സിലാവും. അവരുടെ സ്ട്രഗിൾസ് അവരെ അങ്ങനെ ടഫ് ആക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു ലേഡിയാണ്. ഒരു എപ്പോഴും പക്ഷെ ഒരു പോസിറ്റീവ് തോട്ട് ഉള്ള ഒരാളാണ്. പോസിറ്റീവ് ആണ്. പക്ഷെ എപ്പോഴും പ്ലാൻ എ നടന്നില്ലെങ്കിൽ പ്ലാൻ ബി റെഡിയാണ്. അങ്ങനെ കുറച്ചുകൂടി സ്ട്രോങ്ങർ അമംഗ്സ്റ്റ് ഓൾ. അഗൈൻ എന്താ പറയാ, നമ്മൾ പറയില്ലേ ഈ റോ ഫൈറ്റ് എന്ന് പറയില്ലേ, റോ ഫൈറ്റ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റ് ഭയങ്കര ഈസിയാണ്. നമുക്ക് അറിയാം 1, 2, 3, 4 അങ്ങനെ. അപ്പൊ നമുക്ക് ക്യാരക്ടർ പിടിച്ചിട്ട് നമ്മള് ആ ഒരു എന്താ പറയാ റോനെസ് വിടാതെ ചെയ്യാന്ന് പറഞ്ഞാല്. പക്ഷെ ഐ തിങ്ക് ഹി മേഡ് എവറിഥിങ് ഈസി ഫോർ മീ. സുരാജ് ചേട്ടന്റെ ക്യാരക്ടറിന് ഏറ്റവും പേടിയുള്ള വൈഫാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. എങ്ങനെയാണ് സുരാജ് ചേട്ടൻ ആസ് ഒരു ലീഡ് പെയർ ആയിട്ട് ആദ്യം? ഓ മൈ ഗോഡ്, ദാറ്റ് വാസ് അഗൈൻ ഒരു ഭയങ്കര ഒരു ഷോക്കിംഗ്. ബിക്കോസ് ഞാൻ സുരാജ് ചേട്ടന്റെ കൂടെ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട് അബ്രോഡ് ആൻഡ് എവറിത്തിങ്. ആൻഡ് മൂപ്പരെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയത്. ആൻഡ് ഐ ലവ് ദ പെയറിംഗ്. I found it very romantic pairing. You know, എനിക്ക് ആ ഒരു നമ്മൾ പറയില്ലേ ഈ ഇല്ലാത്തൊരു സാധനം നമ്മളുടെ പാർട്ട്ണറിൽ ഉണ്ടാവുമ്പോഴാണ് അതിൻ്റെതായ ഒരു ദിസ് തിങ്. ഐ ലവ് ദാറ്റ് തിങ് അബൌട്ട് ലൈല ആൻഡ് നാഗേന്ദ്രന്റെ ആ ഒരു ക്യാരക്ടർ. ആൻഡ് മേ ബി ബേസിക്കലി മൂപ്പരുടെ ചോയ്സസ് ഓഫ് വിമൻ ആർ ബാഡ് എന്ന് മനസ്സിലാവും, ഓർ കൺഫ്യൂഷൻ. നാഗേന്ദ്രൻ വരുന്നുണ്ട്, നമ്മളുടെ ഒരേ ഒരു ഭർത്താവ്. നാഗേന്ദ്ര സുരാജ് ആദ്യമായിട്ടാണല്ലോ ശ്വേത ചേച്ചിയുടെ ഒരു പെയറായിട്ട് അഭിനയിക്കുന്നത്. എങ്ങനെയായിരുന്നു ശ്വേത ചേച്ചിയായിട്ടുള്ള ഒരു അനുഭവം? ശ്വേതയോട് ചോദിച്ചാൽ മതി. പെയറായിട്ട് അഭിനയിച്ചതിന് അല്ല, ഞാൻ ഭയങ്കര ഐ വാസ് വെരി ഹാപ്പി ടു വർക്ക് വിത്ത് സുരാജ് ഏട്ടൻ. ആൻഡ് ഞാൻ സത്യം പറയാ, വെറുതെ സുരാജ് ഏട്ടൻ എത്തിയിട്ട് പറയല, നിതിൻ ഈ സ്റ്റോറി പറഞ്ഞ എനിക്ക് സുരാജ് ഏട്ടന്റെ കൂടെ ഒരു പെയറിങ്
ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒന്ന് നോക്കൂ ഇതിന്റെ ഒരു പെയറിംഗ്, കാസ്റ്റിംഗ്, അതെ. സൂപ്പർ കാസ്റ്റിംഗ് Yeah. ഇസ് ദ വെരി ബിഗ് എവിഡന്റ് ആണ്. എല്ലാവരും ക്യാരക്ടർ കറക്റ്റ് ആയ ഒരു ചോയ്സസ് ആണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആരാണെന്ന്. സുരാജ് ചേട്ടനും കൂടെ നിങ്ങൾ ഒരുമിച്ച് അതെ വന്നു. അതെ ആ അപ്പൊ അല്ല, ഇതിന്റെ ബാക്കിയായിട്ട് സുരാജ് ചേട്ടനോട് ഇതിന്റെ അല്ല നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എനിക്ക് പെട്ടെന്ന് എന്റെ ഹണിമൂണാണോ എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും ഒറിജിനലി ഹണിമൂൺ അത് അന്ന് രാജമാണിക്യം ഷൂട്ട് നടക്കുകയാണ് പൊള്ളാച്ചിയില്. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് രാജമാണിക്യം ഷൂട്ട് തുടങ്ങുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോ മമ്മൂക്ക പറഞ്ഞു, ഓക്കെ നീ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ വൈഫിനെ കൂട്ടിയിട്ട് വാ. അങ്ങനെ ആദ്യമായിട്ട് എന്റെ ഹണിമൂണായിട്ട് ഞാൻ എന്റെ വൈഫിനെയും കൊണ്ടുപോകുന്ന പൊള്ളാച്ചി എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഗംഭീര ഹണിമൂൺസ് ആണ്. എനിക്ക് തോന്നുന്നു ആർക്കും കിട്ടി കാണൂല. അത് മൂപ്പര് പറയണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത്. ഒന്ന് ആലോചിക്കൂ, ഒരു ഹീറോന് ഇത് പറയാൻ പറ്റുമോ? ഇത്ര ഭാര്യ, ഇത്ര ഒരു എന്തോ ഒരു ഭയങ്കര 5 നായികമാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇത്രേ പറഞ്ഞോളൂ, സുരാജ് ഏട്ടൻ നായക 5 നായികമാർ. അപ്പോഴേ ഞാൻ ഓക്കെ അടിച്ച്. പിന്നെ കഥ പറ കേട്ടത്. ഇപ്പൊ പലരും പറയാനുള്ളൂ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നടനായിട്ട് വരുമ്പോ അല്ലെ നടിയായിട്ട് വരുമ്പോ ചെയ്യാൻ പറ്റും. അതിലാണ് എന്റെ ഏറ്റവും വലിയ സുഖം. ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം സിനിമയിലൂടെ ഞാൻ ചെയ്തു. 5 ഭാര്യമാരോടൊപ്പം അഭിനയിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന്, അത് രസകരമായ ഒരു കഥയാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫോണൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ഒരുപാട് പേര്, ഇത് ഒരു ഗ്ലോബൽ സബ്ജക്റ്റ് ആണ്, ഇത് ലോകത്ത് എവിടെയും നടക്കുന്ന സംഭവമാണ്. ഇതുപോലെ ഒരു കുറച്ചു ദിവസം ഇവിടെ വന്ന് സംബന്ധമൊക്കെ കൂടി ഇവിടെ ഇരിക്കും, പിന്നെ അതിനുശേഷം പുള്ളിയെ കുറിച്ച് ഒരു അറിവുണ്ടാവില്ല. ഇത് എന്റെ വീടിന്റെ അടുത്തൊക്കെ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോ എനിക്ക് ഈ ഐഡിയ പറഞ്ഞപ്പോഴേ ഭയങ്കര ഇഷ്ടമായത്. രസകരമായിട്ട് അദ്ദേഹം എല്ലാം ത്രില്ലർ സിനിമയൊക്കെ എഴുതുന്ന ആളാ. ഇതെങ്ങനെ ഇത്രയും കോമഡി? അതായിരുന്നു എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. സിറ്റുവേഷനലാണ്. കാരണം ഇത് ബേസിക്കലി ഞാൻ സിനിമയിലേക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാന്ന് ആ സമയത്തായിരിക്കും ആഗ്രഹിക്കുന്നത്. ബട്ട് വൺസ് വി കമ്മിറ്റ് ടു ദ ഇൻഡസ്ട്രി, അതിന്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അറിയാതെ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യും. പിന്നീട് നമുക്കൊരു സ്റ്റാൻസ് വരുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന മറ്റു പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൂടെ ആകുമ്പം സിനിമയെക്കാട്ടിലും നമുക്ക് ഇച്ചിരി ഒരു ലെങ്ത് വൈസ് ആണെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്യാനും കണ്ടന്റ് കുറച്ചുകൂടെ നമുക്ക് ഇച്ചിരി പരത്തി പറയാൻ പറ്റും. പിന്നെ നമുക്ക് ഇച്ചിരൂടെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഡിഫറെന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനം, ഒരു ബേസിക്കലി സ്റ്റാൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൊരു ധൈര്യം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഇത് ഞാൻ വളരെ 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 മുമ്പ് ആലോചിച്ച ത്രെഡാണ്. ഇപ്പോഴാണ് അത് മെറ്റീരിയലൈസ് ചെയ്ത് എഴുതുന്നൊക്കെ ഇപ്പോഴാണ്. ബട്ട് ആ ഒരു ത്രെഡ് എനിക്ക് ഒരു 8 years ബാക്ക് ആലോചിച്ചിരുന്നു. കാരണം നിതിന്റെ സിനിമകൾ കണ്ടാൽ തോന്നുന്നു നിതിൻ അടുത്ത് ഇനി ഒരു 2 സൂപ്പർ സ്റ്റാർസിനെ വെച്ച് ആക്ഷൻ സിനിമകൾ ചെയ്തു. ഇനിയും ആ ഒരു ജോണർ ആയിരിക്കും ഫേവറേറ്റ്. ഞാൻ ഇവിടെ അതല്ല, ഞാൻ ഈ 3 നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആണ്, 3 നായകന്മാര്. അപ്പൊ ആദ്യത്തെ 2 നായകന്മാർ നാഷണൽ അവാർഡ് വിന്നറാണ് ഇദ്ദേഹം. അതെ, അപ്പൊ ഞാൻ അങ്ങനെ പിടിച്ചു പോവാന്ന് വിചാരിച്ചു. അത് നന്നായിട്ട്. ശ്വേത ചേച്ചി, ഹൗ വാസ് നിതിൻ ആസ് എ ഡയറക്ടർ? എങ്ങനെയാണ് നിതിൻ സെറ്റിൽ? എങ്ങനെയാണ്? വളരെ കൂൾ ആയിട്ടുള്ള ആളാണോ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണോ? അയ്യോ ഭയങ്കര കൂൾ. ഉപ്പര് അത് ഒരു സീൻ, ഈ സീൻ എടുക്കുകയാണ് ചേച്ചി, ഈ ഇങ്ങനെയാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു സീൻ ചെയ്യണ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. നമ്മളെല്ലാരും ആ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ എല്ലാരും ക്യാരക്ടറായി മാറുകയാണ്. പിന്നെ എല്ലാം അങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക് ആയ ഒരു സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ ആ ഒരു ചൂടല്ലാതെ വേറെ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എവരിബഡി വാസ് ഭയങ്കര. നിതിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ ഞാൻ അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയപ്പോ ഞാൻ പറയും, ഇങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പത്തെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, സോ വെൻ ഈസ് ആർ നെക്സ്റ്റ് വർക്ക്? അത്ര എൻജോയ് ചെയ്തു. ബിക്കോസ് നമ്മളല്ലേ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേറെ എന്താ നമ്മൾ ആർട്ടിസ്റ്റിന് വേണ്ടത്? യുനോ നല്ല സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി അത് ഫ്ലോ ആയി വരും. സോ സുരാജേട്ടൻ കുറച്ച് നാള് വളരെ ഹെവി ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള റോളുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ജനഗണമന, കാണി ഇങ്ങനെ കുറെ സിനിമകൾ വളരെ ഹെവി ആയിട്ടുള്ള റോളുകൾ ചെയ്തു. അപ്പൊ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടത് നമ്മുടെ പഴയ സുരാജേട്ടനെ ചെറിയൊരു കോമഡി റോളിലോ അല്ലെങ്കിൽ ഹ്യൂമർ ചെയ്യുന്ന ഒരു ലീഡ് റോളിലോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഹ്യൂമറസ് റോൾസ് വന്നു. ഇതിൽ ഒരു ഫുൾ ലെങ്ത് ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്, സിറ്റുവേഷണൽ കോമഡിയാണ്.
അപ്പോ അത് പക്ഷെ ഒരു വെബ് സീരീസ് ആകുമ്പോൾ ക്യാരക്ടറിനെ കുറെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ പരത്തി പറയാൻ പറ്റും, കുറെ കൂടെ ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും, കുറെ കൂടെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ക്യാരക്ടേഴ്സിന്റെ പല പല സ്വഭാവങ്ങൾ നമുക്ക് സിനിമയിൽ വളരെ ലിമിറ്റഡ് ടൈം ആയിരിക്കുമല്ലോ. ഇതില് എങ്ങനെയായിരുന്നു ഈ ഒരു ലോങ് ഫോർമാറ്റിൽ വർക്ക് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? ഇതിന്റെ ഫോർമാറ്റിൽ 6 എപ്പിസോഡ് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ സാധാരണ പോലെ തന്നെയാണ് നമ്മള് ഒരു കഥയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനെ എന്നോട് പലരും ചോദിച്ചു വെബ് സീരീസ് അതെങ്ങനെയാണ്? ഇല്ല, നമ്മള് സിനിമയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിലും ചെയ്തിരിക്കുന്നത്. പിന്നെ ആ സമയത്ത് കുറെ എനിക്ക് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അപ്പൊ ഞാനും ആഗ്രഹിച്ചിരുന്നു ഒരു കോമഡി ചെയ്യണം. കോമഡി എന്ന് പറയുന്നത് ഇപ്പൊ പഴയ കോമഡി അല്ലല്ലോ ഇപ്പൊ വരുന്നതൊക്കെ. അപ്പോ കോമഡി ചെയ്യുമ്പോ എപ്പോഴും സിറ്റുവേഷൻ ബേസ് അല്ല എങ്കിൽ പാളും. വെറുതെയൊക്കെ ഡയലോഗ് അടിച്ചിട്ടൊക്കെ പോവാന്ന് പറയുന്ന കാലം കഴിഞ്ഞു. അപ്പൊ ഇതില് നല്ല കറക്റ്റ് സിറ്റുവേഷനും ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കുറെ പേരെ എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല, എന്റെ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും, പിന്നെ നേരെ മുങ്ങി വേറെ പോകും. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതെന്തുകൊണ്ട് ഇതൊന്ന് പിടിക്കണമല്ലോ, ഇതൊന്ന് ചെയ്യണം. അതിന്റെ ആ ത്രെഡ് കേട്ടപ്പോ തന്നെ ഞാൻ ഓക്കെ അടിച്ചു. ഇത് സുരാജൻ ഈ പറയുന്ന സിറ്റുവേഷണൽ കോമഡി ആയതുകൊണ്ട് ഇപ്പൊ സ്ലാപ്സ്റ്റിക് നമ്മൾ അങ്ങനെ അധികം ഇല്ല. സുരാജൻ സത്യം പറഞ്ഞതിനകത്ത് ഡയലോഗ്സ് വളരെ ലിമിറ്റഡ് ആണ്. എല്ലാം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന എക്സ്പ്രഷൻസിൽ കൂടെയാണ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഡയലോഗ്സ് സുരാജന്റെ ക്യാരക്ടറിന് പ്രത്യേകിച്ചും വളരെ കുറവാണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് എനിക്ക് തന്നെ വേണമെങ്കിൽ പ്രശാന്ത് ഏട്ടൻ വേണം. അതെ 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 അതെ, ഇത് എന്താ പറയാ, മൂപ്പര് സ്പീക്കറാണ്, അതാണ് മറ്റേ മ്യൂസിക് സിസ്റ്റം. അല്ലാതെ അത് സ്പീക്കർ ചെയ്ത് മ്യൂസിക് സിസ്റ്റം. അങ്ങനെ അപ്പൊ അങ്ങനെയായിരുന്നു എന്റെ ക്യാരക്ടർ. അങ്ങനെ പിന്നെ സുരാജേട്ടന്റെ അടുത്തും നമ്മള് പ്രതീക്ഷിക്കാത്തതെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ കാണാത്ത ഒരുപാട് അങ്ങനെ മിന്നി മാഞ്ഞു പോകുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസും. പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി സുരാജേട്ടന്റെ ആ ക്യാരക്ടറിന്റെ മൊത്തം മാനറിസംസ് എന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ അയാൾ നടക്കുന്ന പോലെ നടക്കുകയും അയാൾ കഴിക്കുന്ന പോലെ കഴിക്കുകയും. ഞാൻ ഇടയ്ക്ക് സുരാജിന്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പൊ സുരേഷൻ പറഞ്ഞു അപ്പൊ പിന്നെ വർക്കായിട്ട് വരുന്നു സുരാജ്. ഈ കുറെ കഴിയുമ്പോ ഡയറക്ടറും ആക്ടറും ആയിട്ട് ഒരു പ്രണയം നടക്കുമല്ലോ. ഇതില് പിന്നെ 5 നായികളുണ്ട്, അങ്ങനെ അങ്ങനത്തെ ഒരു പ്രണയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാ. ഡയറക്ടറെ ഉടനെ പ്രണയിക്കാം. ഞാൻ മിക്കവാറും സംവിധാനം ചെയ്യേണ്ടി വരും. ഇതിന്റെ ഒരു സീക്വൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് സുരാജേട്ടൻ സംവിധാനം ചെയ്യും. അപ്പൊ ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞു. എങ്ങനെയായാലും പ്രണയം വർക്കൗട്ട് ആയോ. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് നാഗേന്ദ്രൻ ഹണിമൂൺസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പോസ്റ്ററും കൂടെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രീഗിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയത് നിതിൻ? സബ്ജക്ട് ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഒരു ലൈൻ ഉണ്ടായിരുന്നു. അതെ, 5 ലൈൻ ഉണ്ടായിരുന്നു. ഒരുപാട് നാൾ മുമ്പ് 5 ലൈൻ ഉണ്ടായിരുന്നു. ഇത് പണ്ടുണ്ടായിരുന്ന ലൈൻ, അത് ഡെവലപ്പ് ചെയ്യുന്ന റീസെന്റ് ആണെങ്കിലും അതെല്ലാവർക്കും മനസ്സിലായി. എന്തൊക്കെയോ ഓർത്ത് പറയാൻ വന്ന എല്ലാം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇതൊരു പീരീഡ്, എനിക്ക് എന്റെ ആ പീരീഡിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകത ഉണ്ട്. 78 എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ വളരെ കുറവുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ മാത്രം നടക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഇത്തരം കഥകൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, ഇത്രയും ഇല്ലെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലൈനായിട്ട് തോന്നി. അത് മെല്ലെ എന്റെ ഒരു സമയം വന്നപ്പോൾ പതിയെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതാണ് ബേസിക്കലി. ഇതിന്റെ ഒറിജിനൽ ടൈറ്റിൽ മധുവിധു എന്നായിരുന്നു. പിന്നെയാണ് ഇത് നാഗേന്ദ്രൻ ഹണിമൂണിലേക്ക് ആക്കിയത്. അപ്പൊ ഒരു മധുവിധു അല്ലെങ്കിൽ ഹണിമൂൺ എന്ന് പറയുന്ന ഒരു സർക്കാസം എന്ന ലെവലിലേക്കാണ് അങ്ങനെ ടൈറ്റിൽ വെച്ചിരിക്കുന്നത്. സോ ബേസിക്കലി 78 നടക്കുന്ന ഒരു ടോട്ടലി ഫിക്ഷസ് ആയിട്ടുള്ള ഒരാളുടെ കഥ, അയാളുടെ ഭാര്യമാരുടെ ഒരു കഥ. Kani, first of all, congratulations for making all of us proud at Cannes. Thank you. ഇതിന് പറയാം. ഇല്ല, കൺഗ്രാറ്റ്സ്. എനിക്ക് ആ സിനിമയിൽ ഒരു അവസരം കിട്ടിയതാണ്. പക്ഷെ ഞാനായിട്ട് പോകാൻ പറ്റിയില്ല. എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് ഫസ്റ്റിൽ എനിക്ക് അടുത്ത് അയച്ചു തന്നത്. എടാ നീ കണ്ടോ? അയ്യോ, ഭയങ്കര സന്തോഷം തോന്നി.
എന്താണ് ചോദിക്കാൻ വന്നത്? ഇപ്പൊ കനി എങ്ങനെയാണ് ഈ ഒരു സീരീസിലേക്ക് എത്തുന്നത്? കനി നേരത്തെ ഈ കൂട്ടത്തിൽ എല്ലാവരും ആദ്യമായിട്ടാണ് വെബ് സീരീസ് ചെയ്യുന്നത്. കനിക്ക് മാത്രമാണ് നേരത്തെ ഹിന്ദിയിലൊക്കെ വെബ് സീരീസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സീരീസിലേക്ക് എത്തുന്നത്? എന്താണ് കനിയുടെ ക്യാരക്ടർ? ശരിക്കും എനിക്ക് മലയാളത്തിൽ അഭിനയിക്കാൻ ഒരുപാട് കൊതിയുള്ള ഒരാളാണ്. അത് വളരെ കുറവ് അവസരങ്ങളെ വരാറുള്ളൂ മലയാളത്തിൽ നിന്ന്. അപ്പോ ഞാൻ എന്തെങ്കിലും ഓഡിഷൻ കോളോ എന്തെങ്കിലും കാണുമ്പോ എപ്പോഴും അങ്ങോട്ട് ഞാൻ ഓഡിഷൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. എനിക്ക് തോന്നുന്നു നിതിൻ മാത്രമാണ് അങ്ങനെ. ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല, ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ നിതിനോട് ആദ്യം ചോദിച്ചു, എന്നെ ശരിക്കും എന്നെ വിളിച്ചതാണോ? എനിക്ക് കുറെ തവണ ചോദിച്ചു, എന്നെ വിളിക്കാൻ എന്താ കാര്യം എന്ന്. കഥയൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ അത് ചോദിച്ചായിരുന്നു. പിന്നെ എനിക്ക് കഥ വായിച്ചപ്പോ ഈ പറഞ്ഞ പോലെ വേറൊരു കാലഘട്ടം, ആളുകൾ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന രീതി പൊതുവെ എനിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ പണ്ട് ചില നാടകങ്ങൾ ചെയ്തപ്പോ ഉണ്ടായിട്ടുണ്ട്. പത്മരാജൻ സാറിന്റെ കള്ളൻ പവിത്രം ഞങ്ങൾ ഒരിക്കൽ നാടകമായിട്ടൊക്കെ ചെയ്തിരുന്നു. എനിക്ക് ശരിക്കും സംഭാഷണം എഴുതിയിരിക്കുന്ന രീതിയൊക്കെ കുറച്ച് ആ ഒരു കാലഘട്ടം, ആ സമയത്തുള്ള സംസാരം അത് പറഞ്ഞു നോക്കാൻ ഒരു അവസരം കിട്ടുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു നടി എന്നുള്ള നിലയിൽ ഒരുപാട് റയറാണ് അങ്ങനത്തെ ചാൻസ് ഇപ്പോ. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യണം എന്ന് ആദ്യം തോന്നി. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളത് കോമഡിയാണ്. അതും എന്ന് വെച്ചാൽ നമ്മുടെ കഥാപാത്രം കോമിക്കൽ ആവണം എന്നില്ല, ചിലപ്പോ മൊത്തം ജോണർ, അത് മൊത്തത്തില് സിറ്റുവേഷൻ ആയിരിക്കാം ഒരു പക്ഷേ കോമഡി. പക്ഷെ ആ ഒരു വർക്കിന്റെ ഭാഗമാണെന്നും എനിക്ക് അതുപോലെ ആഗ്രഹമുള്ളതായിരുന്നു. അപ്പം ഇത് രണ്ടും വായിച്ചപ്പോ തന്നെ അത് രണ്ടും ഉണ്ടെന്ന് കണ്ടപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ കാസ്റ്റ് ഇപ്പം സുരാജേട്ടൻ, ഷാജു ചേട്ടൻ, അങ്ങനെ കുറെ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും ഒക്കെ കണ്ടപ്പോ ഇതിൽ എനിക്ക് ഏറ്റവും പേഴ്സണൽ ഇഷ്ടം ശരിക്കും ഗ്രേസിന്റെ ക്യാരക്ടർ. എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ ഇതിനോട് ചോദിച്ചു, എനിക്കത് തരുമോ പ്ലീസ്? അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ഇതില്. അപ്പം അങ്ങനെ ഇന്നത്തെ ആ ഒരു കാലഘട്ടം, ആ ഒരു സംഭാഷണം, കോമഡി, പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ ഇങ്ങോട്ട് അങ്ങനെ മലയാളത്തിൽ നിന്ന് വളരെ കുറവ് വന്നിട്ടുള്ളൂ. അതിലൊരു ആളാണ് ഡയറക്ടർ. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് അതും എന്റെ അച്ഛന്റെ നാട് ആലപ്പുഴയാണ്. എന്തുകൊണ്ടൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ പേഴ്സണലി, പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ വരാത്തത് കൊണ്ടും കാലഘട്ടം അതായതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്നാണ് വന്ന് ചെയ്തതൊക്കെ. അപ്പൊ ഇങ്ങനെ എനിക്ക് ഒന്ന് തീരാറായപ്പോഴാണ് എല്ലാവരും നമ്മളൊരു ഇതിന്റെ ക്രൂഷ്യൽ സീക്വൻസ് ക്ലൈമാക്സ് എടുക്കുന്ന ഒറ്റ ദിവസമാണ് ക്ലൈമാക്സ് എടുക്കുന്നത്. അന്നാണ് കനി ജോയിൻ ചെയ്യുന്നത്. അപ്പൊ കനി ഫസ്റ്റ് അവളുടെ ഷോട്ട് പടത്തിലെ അവളുടെ ലാസ്റ്റ് ഷോട്ടാണ്. അല്ല അത് പിന്നെ അതെ അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എനിക്ക് നമുക്ക് പരിചയമല്ല, ആരാ എന്താ ഏതാ. നിരഞ്ജന എങ്ങനെയാണ് ഈ സീരീസിലേക്ക് വരുന്നതും പിന്നെ ഇതിലെ പോസ്റ്ററിൽ കാണുകയാണ്. ഇപ്പൊ ബാക്കി എല്ലാവർക്കും ഓരോരുത്തരുടെ ഓരോ എക്സ്പ്രഷൻ ആണല്ലോ. നിരഞ്ജന മാത്രമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സാഡ് ആയിട്ട് ഒരു വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇരിക്കുന്നത്. എന്താണ് നിരഞ്ജനയുടെ ക്യാരക്ടർ? ഞാൻ സാവിത്രി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നിരഞ്ജേട്ടൻ പറഞ്ഞ പോലെ ഇതില് ഡയലോഗ്സ് പൊതുവെ കുറവാണ്. അതില് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് എനിക്കല്ലേ ആയിരിക്കും. ഞാൻ മിണ്ടിയിട്ടുണ്ടോ? ഞാൻ മിണ്ടിയിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ ഡയലോഗ്സ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ഞാൻ കൂടുതൽ എന്റെ ക്യാരക്ടറിനെ പറ്റി ഒന്നും പറയാണ്ടിരിക്കായിരിക്കും നല്ലത്. ഒന്നും എന്റെ ക്യാരക്ടറിന്റെ പേര് സാവിത്രി എന്നാണ്. അവളുടെ ആ എപ്പിസോഡിന്റെ പേരും സാവിത്രി തന്നെ. ആ എപ്പിസോഡ് ബേസിക്കലി ഒറ്റപ്പാലമാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പാലക്കാട് ഒറ്റപ്പാലം. അപ്പം ഒറ്റപ്പാലമാണ് അവിടെ അക്കാലത്ത്, അതും സെയിം 78 തന്നെ. അങ്ങനെ ഒരു അവളും അവളുടെ വീടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവൾക്കൊരു പാസ്റ്റും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. അത് ഇപ്പം അധികം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു ഇത് പോകും. നിരഞ്ജനെ ഞാൻ കാസ്റ്റ് ചെയ്യുന്ന ആ ക്യാരക്ടർ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് അവളാണ് കാഴ്ച കൊണ്ടാണ്. അത് ചിലരിപ്പം ഒരു ക്യാരക്ടറിന് ഒരു ആർട്ടിസ്റ്റ് ഫിറ്റ് ആവുന്നത് പലപ്പോഴും പല സിനിമകളിലായിരിക്കും. ചിലപ്പോൾ അയാളുടെ അഭിനയമായിരിക്കും ആ ക്യാരക്ടറിന് കൂടുതൽ വേണ്ട, അല്ലെങ്കിൽ അയാളുടെ ഒരു വേറെ എന്തെങ്കിലും ഒരു മാനറിസംസ് അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ അപ്പിയറൻസ് മാത്രം മതിയാവും ആ ക്യാരക്ടർ വാക്കാവാൻ. നിരഞ്ജനയുടെ ക്യാരക്ടറിനെ സംബന്ധിച്ചോളം അവളുടെ അപ്പിയറൻസ് ആണ് ആ ക്യാരക്ടറിന് മെറിറ്റ് ആയത്. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് ഡയലോഗോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവളുടെ ലുക്ക് ആ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റ് ആണ്. അപ്പൊ ആ ക്യാരക്ടർ വർക്ക് ആവുന്നുണ്ടെങ്കിൽ അത് ബേസിക്കലി അവളുടെ ലുക്സിനാണ് എന്റെ ഒരു മേജർ ഒരു ഇതുള്ളത്. അപ്പം എങ്ങനെയായിരുന്നു സുരാജേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ?
വർക്ക് ചെയ്തപ്പോ? സുരാജേട്ടന്റെ കൂടെ എങ്കിലും ചന്ദ്രയെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയൊരു അവസരമായിരുന്നു. അപ്പം ഞാൻ സെറ്റിൽ വെച്ച് തന്നെ ഒന്ന് പറയേണ്ടത്, ഞങ്ങൾക്ക് അധികം കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു. വീട്ടില് എന്റെ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര സുരാജേട്ടൻ ഫാൻസ് ആണ് ബൈ നേച്ചർ. നേരത്തെ പറഞ്ഞ പോലെ സുരാജേട്ടന്റെ കോമഡിന്റെ ഒക്കെ ഭയങ്കര ഫാനാണ് എന്റെ അമ്മ. അപ്പം അവര് പടം കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ സീൻസ് നിനക്ക് കിട്ടുന്ന ഇനി ഒരു ക്യാരക്ടർ വരണമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നിതിൻ ചേട്ടൻ ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഒരു പെയറിംഗ് അപ്പും കൂടെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ആസ് യൂഷ്വൽ എല്ലാരും പറഞ്ഞ പോലെ യുനാനിമസ്ലി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് സുരാജേട്ടൻ. വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ആൽഫിയുടെ ക്യാരക്ടറോ? ആൽഫി ആണ് എനിക്ക് തോന്നുന്നു ട്രെയിലറിൽ ആദ്യം കല്യാണം കഴിക്കുന്നതായിട്ട് കാണിക്കുന്ന ആൽഫിനെയാണ്. അപ്പൊ എങ്ങനെയാണ് ആൽഫിയുടെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടറിന്റെ പേര് ജാനകി എന്നാണ്. അപ്പൊ ഫസ്റ്റ് താങ്ക്സ് ടു അച്ചു ചേട്ടാ, നിതിൻ ചേട്ടാ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാനകി എന്നുള്ള പേര്. പിന്നെ എന്റെ ക്യാരക്ടറും പറയാല്ല, വലിയ കുഴപ്പമില്ല. എല്ലാരും പെർമിഷൻ? അല്ല, എന്റെ ക്യാരക്ടറാണ് പിന്നെ സേഫ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. ജാനകി എന്നാണ്. സുരാജ് ചേട്ടന്റെ, നാഗേന്ദ്രന്റെ ആരായിരുന്നു? അമ്മായിയുടെ എന്റെ അമ്മായിയുടെ മോനായിട്ടാണ്. അപ്പൊ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ എന്റെ മാമനെ കല്യാണം കഴിക്കണം, അതാണ് ആ 1917 കാലഘട്ടമാണ്. അപ്പൊ മാമനെ കല്യാണം കഴിക്കാനുള്ള ഒരു ഇത്, അങ്ങനെ പിന്നാലെ നടക്കുന്ന അവസാനം കല്യാണം നടക്കുമായിരിക്കും. അങ്ങനെയാണ് കാര്യം. ചില ആൾക്കാരുണ്ടല്ലോ രക്ഷപ്പെടാൻ ഇപ്പൊ ആൾക്കാർ ഇവനെ പിടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ അവൻ നന്നാവും എന്ന് പല ആൾക്കാരും പറയും, വെറുതെ നടക്കുന്ന പയ്യന്മാരെ കണ്ടിട്ട്. അങ്ങനെ പെട്ടുപോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കേട്ടതല്ല. അല്ല, എനിക്ക് ഇത് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട് ആണ് ഈ വർക്ക്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ വെബ് സീരീസ് ചെയ്യണേ. പിന്നെ അച്ചുചേട്ടൻ എനിക്ക് ഓൾറെഡി അറിയാന്ന് പറഞ്ഞാലും പടത്തിൽ വിളിക്കുമെന്ന് ഒരിക്കലും സത്യം വിചാരിച്ചില്ല. അപ്പൊ ഫസ്റ്റ് കടപ്പാട് എനിക്ക് അച്ചുചേട്ടനോടാണ്. പിന്നെ അതേപോലെ സുരാജ് ചേട്ടനെ പോലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ശ്വേത ചേച്ചി, കനി, ഗ്രേസ്, നിരഞ്ജന, അപ്പൊ അത്രയും പേരോട് വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ എന്റെ ഡ്രീമാണ് അത്. അത്രയും നല്ലൊരു ആൾക്കാരുടെ കൂടെ, അത്രയും നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അതാണ് മെയിൻ. ഇല്ല പ്രശാന്ത്, ഹലോ. ഇതിലെ സുരാജിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറയുന്നത്. എന്താണ് ഹൗസ് യുവർ ക്യാരക്ടർ ലൈക്ക്? എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്? എന്റെ ക്യാരക്ടറിന്റെ പേര് നാഗേന്ദ്രൻ വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നാഗേന്ദ്ര പഞ്ചാരടി ചേർത്ത് ഹലോ കെട്ടിച്ചു തന്നായിരുന്നല്ലോ. എന്റെ ക്യാരക്ടറിന്റെ പേര് നിന്നെ ഞാൻ ഡെയിലി കാണുന്നതാ, കനിയെ വല്ലപ്പോഴും കാണുന്ന ഒന്നാണല്ലേ. ഞാൻ അതല്ല പറഞ്ഞേ, ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആണോ? അല്ല എനിക്ക് നാഗേന്ദ്രൻ എന്റെ പേര് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. എങ്ങനെയാണെന്ന് പേര് വിളി, എന്റെ പേര് വിളി. ഞാൻ നിന്റെ നാഗേന്ദ്രൻ സമ സമ ആ സോമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും സോമന് ഓർക്കുമ്പോ തന്നെ ആ സോമ പേടിയാ പുള്ളിക്ക്. എനിക്ക് ഇനി വിളിച്ചു കഴിഞ്ഞാൽ എന്താടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ മുടങ്ങി പോവുക, ജീവിതം പോവുക. സോമൻ അത്ര പവിത്രമായിട്ട് കാണുന്ന ആളാ. ഞാന് ഈ പറഞ്ഞ ഒരു നാടക നടനാണ്, കല്യാണ ബ്രോക്കറാണ്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്, എല്ലാ പരിപാടിയും കാരണക്കാരനാണ്. പശുവിന്റെ പാല് വിറ്റ് ചെയ്യും. അതായത് എന്ത് ജോലി സർവൈവൽ ഇൻസ്റ്റിങ് ഉള്ള ആളെന്നൊക്കെ പറയല്ലേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളില്ല. അപ്പൊ എന്ത് ജോലിയായിട്ടാണെങ്കിലും പുള്ളിയുടെ മെയിൻ എയിം രക്ഷപ്പെടുക എന്നുള്ളതാണ്. മാത്രമല്ല പുള്ളിയുടെ എന്ത് ജോലി ചെയ്യും കലാകൂടിയാണ് നാടകത്തിലൊക്കെ. അപ്പൊ എന്ത് കാര്യത്തിലായിട്ടുള്ളൊരു കലാബോധം. അപ്പോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള അങ്ങനെയാണ് ഞാനും. കഥ മീൻസ് ഇതിന്റെ കഥ പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഈ സസ്പെൻസ് ത്രില്ലർ ഒന്നുമല്ല. പക്ഷെ നമ്മളിത് പറഞ്ഞു പോയി കഴിയുമ്പോഴത്തേന് ഇത്രയൊക്കെ നമുക്ക് പറയാൻ പാടുള്ളൂ, കാരണം ആൾക്കാരുടെ ആസ്വാദനത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. സ്പോയിലർ ഉണ്ടോന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പോലെ ഭയങ്കര രസകരമായ ഒരു
6 കല്യാണങ്ങൾ 6 ടെറൈൻസ്. ഈ ഓരോ കല്യാണം ഓരോ സ്ഥലത്തു നിന്നാണ്. അപ്പം അതിന്റെ വിഷ്വൽ സാധ്യതകൾ വേറെ. അത് ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാനുള്ള കാര്യങ്ങളുള്ള ഓരോ എപ്പിസോഡും ഓരോ ടെറൈനാണ്. ഓരോ എപ്പിസോഡിലും ആർട്ട് വർക്ക് ഡിഫറെന്റ് ആണ്, ആൾക്കാരുടെ മേക്കപ്പ് ഡിഫറെന്റ്, ക്യാമറ ടോൺ ഡിഫറെന്റ് ആണ്. അത് ഞാനെപ്പോഴും പറയാം, നിതിന്റെ വൺ ഓഫ് ദ ബ്രില്യൻസ് ആണ് അയാൾ ആ സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒരു ഏരിയ പിടിച്ച് തീർത്തു വന്നു, പക്ഷെ ഈ ടെറൈനുകൾ ഇങ്ങനെ കൊണ്ടുപോയി ഇതിന് ഓരോ കാലഘട്ടത്തിലും അന്നത്തെ കാലഘട്ടത്തിൽ വർക്കാവുന്ന കഥകൾ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്ത് വളരെ ബ്രില്യന്റ് ആയിട്ട് ഇത്രയും വ്യത്യസ്തത 6 എപ്പിസോഡുകളിൽ വേറൊരു സീരീസിലും വരാൻ സാധിക്കും. കറക്റ്റ്. അത് 100%. കാരണം ഇപ്പൊ നമ്മള് രണ്ടും മാത്രമേ അതില് കോൺസ്റ്റന്റ് ആയിട്ട് അതെ, ബാക്കി ഓരോ എപ്പിസോഡിലും വ്യത്യസ്തരായ ആൾക്കാര്, സിറ്റുവേഷൻ, സ്ഥലങ്ങള് ഭയങ്കര രസകരം. അങ്ങനെ ഒരു വെബ് സീരീസ് എനിക്ക് മലയാളത്തിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആയിരിക്കും. ഞാൻ മാത്രം ഫസ്റ്റ് ഞാൻ പ്രശാന്തിന്റെ ക്യാരക്ടർ സോമൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇപ്പൊ എനിക്ക് ഈ പടത്തിനകത്ത് നാഗേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യമുള്ള ക്യാരക്ടറാണ്. അതായത് ഇവരുടെ രണ്ടുപേരും കൂടെ ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണ് ഇത് നയിക്കുന്നത് മുന്നോട്ട് മൊത്തം സിനിമ. അപ്പം വളരെ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പ്രശാന്ത് വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ടുപേരും തമ്മിലും വലിയ കോൺട്രാസ്റ്റ്. ഇപ്പൊ സുരാജേട്ടന്റെ നാഗേന്ദ്രൻ വേറൊരു ധ്രുവത്തിലാണെങ്കിൽ സോമൻ മറ്റൊരു ധ്രുവത്തിൽ. അപ്പൊ ഇവരുടെ ആ ഒരു കോമ്പിനേഷനും കെമിസ്ട്രിയും ഒക്കെ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരാളുടെ വീക്ക്നെസ് മറ്റേ ആള് ഏറെക്കുറെ സെറ്റ് ആക്കി, മറ്റേ ആളുടെ വീക്ക്നെസ് ഇയാൾ അറിഞ്ഞിട്ട് അങ്ങനെ ഇവർ പരസ്പരം ബാലൻസ് ചെയ്ത് പോകുന്ന, എനിക്ക് തോന്നുന്നു ഈ പടത്തിലെ ഏറ്റവും നല്ല പേർ ഇവരുടെ ആയിരിക്കും. ഇത്രയും പേർസ് ഉണ്ടായി. എനിക്ക് സിനിമയില് അഭിനയിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ സിനിമയിൽ എത്തുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങൾ പെർഫോം ചെയ്യുന്ന രീതികൾ, നെടുങ്കണ്ടം ഡയലോഗുകൾ നിന്ന് എഴുതി വെച്ച് ഡയലോഗ്സ് കാണാൻ പഠിച്ച് ഭരചന്ദ്രൻ പീസിലെ പോലത്തെ അങ്ങനെയുണ്ട്. രഞ്ജി പണിക്കർ സാറൊക്കെ എഴുതി വെച്ചിരുന്ന പോലെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടമായും കൂട്ടി കഴിച്ചു ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അങ്ങനെയൊക്കെ പറയാനൊക്കെ ആഗ്രഹിച്ചാണ് സിനിമ വന്നത്. ഒരു 2002 സിനിമയിലെത്തി 2015 വരെ കാര്യമായി ഒന്നും നടന്നില്ല. കാര്യങ്ങളൊക്കെ പഠിച്ച് സിനിമയിൽ വേഷം കിട്ടി തുടങ്ങുന്ന ആക്ഷൻ പ്രഭുജുവിന് ശേഷം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് റിയലിസ്റ്റിക് ആയി പോയി കഴിഞ്ഞപ്പോ ഇതുപോലത്തെ ഡയലോഗ്സ് ഒന്നും പറയാനുള്ള അവസരമോ ഇതുപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരമോ ഇല്ല. പക്ഷെ നമ്മളെ മനസ്സിലെ ആഗ്രഹം അതുപോലൊക്കെ, അതായത് ഒരു ഇമോഷണൽ സീൻ വരുമ്പം ഡയലോഗ് പറഞ്ഞ് ആൾക്കാരെ കരയിപ്പിക്കുക എന്നൊരു സാധനമല്ല. ഇന്നിപ്പോ ഡയലോഗ്സ് ഒന്നും പോയിട്ട് എല്ലാം മിനിമലാണ്. ഒരു റിയാക്ഷനിൽ ഒരു നോട്ടത്തിലൊക്കെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോവാ. ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചിരുന്ന പെർഫോമൻസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മള് ഇപ്പം വെറുതെ വീട്ടിൽ നടക്കുമ്പോഴാണെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ എത്തിയാൽ നമ്മൾ അറിയാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്നൊരു കണ്ണാടി പറയും. നമ്മൾ എന്തോരം കേട്ടിട്ടുള്ള ഡയലോഗാ. അപ്പോ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ കീഴും വിഷമവും തീർന്നത് ആക്ച്വലി ഈ സീരീസിലാണ്. ഏറ്റവും കൂടുതൽ ഡയലോഗ് പറയുന്നത് പുള്ളിയായിരിക്കും. ഞാൻ ഡയലോഗ് പറയുന്ന കാര്യമില്ല, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച വന്നത് രഞ്ജി പണിക്കർ സാറിന്റെ മകനല്ലേ, വാതോരാതെ ഡയലോഗ് പറയാം. ഞാൻ അന്നോട്ട് നന്നായിട്ട് സംസാരിക്കാൻ വയമ്പകത്ത് നിന്ന് തുടങ്ങി. കാര്യം കുറെ അങ്ങനെയൊക്കെ മമ്മൂക്കയെ കൊണ്ട് പറയിപ്പിച്ചതല്ല. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് വന്നു. ഇതില് ഡയലോഗ് ഒന്നും ഇല്ലണ്ണ. എനിക്ക് തീരെ ചെറുത് അത്രയും ഡയലോഗ് പറയുന്നല്ല, ഡയലോഗ് പറയുന്ന സാധനമല്ല ഞാൻ പറഞ്ഞു. ഭക്ഷണം കൊടുക്കുക, അതായത് നമ്മൾ കൊടുക്കൂലായിരുന്നു. അത്രയും ഡയലോഗ് കൊടുക്കും. അതിന്റെ ശാസ്ത്രീയ പെർഫോമേറ്റീവ്. ഇവൻ രാവിലെ ഒരു കുത്ത് സീന് ഇച്ചിരി ഗ്രേവി ഒഴിച്ചു കൊടുക്കും, ഭക്ഷണം ഇല്ലാന്ന്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും സിറ്റുവേഷൻസും. അത് നാഗേന്ദ്രന്റെ ഡയലോഗ് പറയുന്നെങ്കിലും അദ്ദേഹത്തിന് ഇമോട്ട് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഇമോഷൻസിലാണ് പടം നിൽക്കുന്നത്. അതിനെ സ്റ്റീൽ ചെയ്യാൻ വേറെ ക്യാരക്ടേഴ്സിനൊന്നും പറ്റത്തില്ല. അപ്പം അതുപോലെ ഓരോ ആൾക്കാർക്കും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവരെല്ലാം വേറെ 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 ആൾക്കാരാ. അപ്പൊ അവർക്ക് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്ത് ഓരോ
അപ്പൊ അത് ഗ്രേസിന്റെ ക്യാരക്ടർ എടുത്തു പറയേണ്ടതാണ്. കനിയുടെ അതുപോലെ തന്നെ നിരഞ്ജന ടൈലർ മെയ്ഡ് ക്യാരക്ടറാണ്. അച്ഛനെ മുഖം കണ്ട അതുപോലത്തെ പക്ഷെ അതിനകത്തും നിങ്ങൾക്ക് വേറെ ഒരു ഏരിയയും കൂടി തന്നിട്ടുണ്ട്. നമ്മുടെ ടീച്ചറിൽ ഏറ്റവും ക്യൂട്ടായിട്ട് ഉള്ള റിയാക്ഷൻ ഇട്ടേക്കുന്നത് നിരഞ്ജനയാണ്. പിന്നെ ആൽഫിയുടെ ക്യാരക്ടറിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അങ്ങനെ ഓരോ എപ്പിസോഡിലും നമുക്ക് ഓരോ കഥ കിട്ടും. പക്ഷെ അത് നമ്മളുടെ യാത്രയിലൂടെയാണ് ആ കഥകൾ പോകുന്നുള്ളൂ. നിതിൻ, ഇത് ഒരു സിനിമയുടെ എഴുത്തിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാണ്? ഇതിന്റെ ഒരു എപ്പിസോഡ് ഫോർമാറ്റിലേക്ക് ഇത് ഡിവൈഡ് ചെയ്യും, എല്ലാത്തിന്റെ എൻഡിൽ ഒരു ചെറിയൊരു ക്ലിഫ് ഹാങ്ങർ പോലെ അല്ലെങ്കിൽ ഒരു അടുത്ത എപ്പിസോഡിനേക്കുള്ള ഒരു ലീഡ് പോലെ ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതെ അതെ. അതിപ്പോ സിനിമ ഇപ്പൊ ഞാൻ ബേസിക്കലി അത് എന്റെ തെറ്റിദ്ധാരണയാവും. ബട്ട് സിനിമ എപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു പ്രോപ്പർ ഒരു ബിഗിനിങ്ങും ഒരു സോളിഡ് ഇന്റർവെല്ലും ഒരു കൊള്ളാവുന്ന ക്ലൈമാക്സും എന്നുള്ളതാണ് അതിന്റെ ഒരു ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ. ബോഡി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇത് ഈ 3 മെയിൻ പീക്കുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഈ 6 എപ്പിസോഡിനും അതിന്റെ തുടക്കം നന്നാവണം, അതിന്റെ ഒടുക്കം നന്നാവണം. ആ ഒടുക്കം കണ്ടാൽ അടുത്തതിലേക്ക് പോകാൻ തോന്നണം. അപ്പൊ 6 പോയിന്റ്സ് ഉണ്ട്, 6 വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ഇത് പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര ത്രില്ലർ സ്വഭാവമുള്ള സിനിമ അല്ലാത്തതുകൊണ്ട് അങ്ങനെ മുൾമുനയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ബട്ട് ആ അടുത്ത എപ്പിസോഡ് കാണാനുള്ളൊരു താല്പര്യം എവിടെയൊക്കെ ഉണ്ടാവണം. അപ്പൊ അതായിരുന്നു ഒരു ചാലഞ്ച്, എവിടെ ബ്രേക്ക് ചെയ്യുന്ന ഒരു എപ്പിസോഡും. പിന്നെ അതിനകത്തുള്ളൊരു സാധനം, ആദ്യത്തെ എപ്പിസോഡ് നന്നായാൽ രണ്ടാമത്തെ എപ്പിസോഡിലൂടെ കണ്ടാൽ പിന്നെ അപ്പം മനസ്സിലായി അതിന്റെ സ്വഭാവം. അപ്പൊ ഓരോ എപ്പിസോഡിലും ഓരോ കഥയാണെന്നുള്ളതും ഓരോ തരത്തിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നുള്ളതും. അപ്പൊ ആ ഒരു ബുക്ക് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഈ എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത എപ്പിസോഡിലേക്ക് കയറാനുള്ളൊരു പോയിന്റ് ഒരു അത്യാവശ്യം ക്രൂഷ്യലായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ പല ടെറൈനിലൂടെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ പോകുമ്പോൾ നാഗേന്ദ്രനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓരോ സ്ഥലങ്ങളിലും ഓരോ പെൺകുട്ടികളെയും കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് നാഗേന്ദ്രന്റെ ക്യാരക്ടർ മാറുന്നത്? നാഗേന്ദ്രന്റെ ഗ്രാഫ് നമ്മൾ ആലോചിച്ചാൽ ഇപ്പം ഇയാൾ തുടങ്ങുമ്പോൾ ഇയാളുടെ ക്യാരക്ടർ എന്തായിരുന്നു, ഇയാളുടെ ഒരു ബേസിക് ഒരു ഫ്രെയിമിൽ നിന്ന് ഈ 6ാമത്തെ എപ്പിസോഡിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഇയാൾ പോലും അറിയാതെ ഇയാൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ എന്താ പറയാ, പെട്ടെന്ന് അങ്ങനെ നോട്ടീസ് ചെയ്യാവുന്നതല്ല. പക്ഷെ അത് ശ്രദ്ധിച്ചാൽ ഒരു ഇയാളിലെ മനുഷ്യൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ ആയിട്ട് ഇയാൾക്കൊരു വല്ലാത്ത ഒരു തീരെ കമ്മിറ്റഡ് അല്ലായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ അലന്ന് ജീവിച്ചിട്ടുകൊണ്ടിരുന്ന ഒരാള് അവസാനങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അയാൾ വളരെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരാളാവുന്നുണ്ടോ, വളരെ പ്രൊണൗൺസ്ഡ് അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വല്ലാത്ത ചേഞ്ച് ആ ക്യാരക്ടറിന് വരുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരാണ് ത്രൂ ഔട്ട് ഉള്ളത്. അപ്പൊ ഇവർക്കാണ് ആ ഒരു ക്യാരക്ടർ ആർക്ക് കൃത്യമായിട്ടും മാറുന്നത്. പെട്ടുപോകില്ല ഓരോ സ്ഥലത്ത് ചെന്നും രക്ഷപ്പെടും എന്ന്, ഇതിൽ ഞാൻ രക്ഷപ്പെടും എന്ന് ചെന്ന് പിന്നെ പെട്ടുപോവാണ്. അവിടുന്ന് പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, അടുത്തേല് രക്ഷപ്പെടും. ശരിക്കും അത് തന്നെയാണ്. അതിനെല്ലാം ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷൻ ഉണ്ട്. എല്ലാ എപ്പിസോഡിലും നന്നായിട്ട് ചിരിക്കാനൊക്കെ ഉണ്ട് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യുന്ന, മറ്റൊരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ഗ്രേസ് ആണ്. ഗ്രേസ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കറന്റ് ആക്ട്രസിന്റെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പൊ ഗ്രേസിന്റെ ക്യാരക്ടറിനെ പറ്റി എന്താണ്? ഗ്രേസിന്റെ ക്യാരക്ടർ ഇപ്പൊ സെക്കൻഡ് എപ്പിസോഡാണ് ഗ്രേസിന്റെ. ലില്ലിക്കുട്ടി എന്നാണ്. രസമുള്ള ക്യാരക്ടറാ. അതിപ്പോ നേരത്തെ കനി പറഞ്ഞില്ലേ, എനിക്ക് ചെയ്യാൻ, ആർക്കും ചെയ്യാൻ തോന്നുന്ന. ആരാ ചെയ്യുന്നത് എനിക്കപ്പ അറിയില്ല. ആ ക്യാരക്ടർ നല്ല രസമാണെന്ന് വിളിക്കാം. അത് ഗ്രേസാ ചെയ്യുന്നത്. അപ്പൊ അയ്യോ ആ ഗ്രേസ് അടിപൊളി നടിയാണ്, ഗ്രേസ് ചെയ്താൽ മതി. അത് ശരിക്കും അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗ്രേസ് വന്ന് നിൽക്കുമ്പോഴേ എനിക്ക് ശരി വരും. അത്രയ്ക്ക് ഗുഡാണ്. സിറ്റുവേഷൻ അടിപൊളിയാ ഓരോ എപ്പിസോഡിന്റെ. അപ്പം അത് സെക്കൻഡ് എപ്പിസോഡാണ് ഗ്രേസ്. ലില്ലിക്കുട്ടി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതൊരു ഒരു ഹൈ റേഞ്ച് സ്വഭാവമുള്ള ഒരു പശ്ചാത്തലമാണ് അതിന്റെ. ഗ്രേസി പറഞ്ഞ പോലെ അത് എഴുതി, ആ ക്യാരക്ടർ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എഴുതുമ്പോ എന്റെ മനസ്സിൽ ഉർവശേഷിയായിരുന്നു. എഴുതുമ്പോ നമ്മൾ എഴുതുമ്പോ ചിലരെ മനസ്സിൽ കണ്ട് അല്ല അപ്പം സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ, അപ്പൊ പണ്ടത്തെ കാര്യമല്ല, ഇപ്പൊ എഴുതിയപ്പോ അപ്പൊ ഉർവശേഷിയെ പോലെ ആ ഒരു അത്ര വൈബ്രന്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരാൾ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരുന്നു. അപ്പൊ എഴുതി കഴിഞ്ഞിട്ടാണ് ഗ്രേസിലേക്ക് അത്. അത് പിന്നെ ഗ്രേസിന്റെ ക്യാരക്ടർ, എന്റെ ക്യാരക്ടർ ആര് ചെയ്യണമെന്നായിരുന്നു. ബേസിക്കലി എന്റെ മനസ്സിൽ ഞാൻ ഈ എഴുതുമ്പോ എപ്പോഴും എന്താണ്, ആ എഴുതി പോകാനുള്ളൊരു സുഖത്തിന് അവരുണ്ടാവില്ല ചിലപ്പോൾ, അല്ലെ അവരെ കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എഴുതി പോകുന്ന ഒരു സുഖത്തിന് ഒരാളെ മനസ്സിൽ വെക്കും. ഇത് പീരിയഡ് ആയതുകൊണ്ടും എനിക്ക് 78 കാലഘട്ടത്തിലെ സിനിമകൾ ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് പത്മനാഭൻ സാറിന്റെ ഒക്കെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അല്ലല്ല, സുരാജന്റെ ക്യാരക്ടർ എഴുതുന്ന എന്റെ മനസ്സിൽ എന്താണ്, നമ്മുടെ ഭരത് ഗോപി സാറായിരുന്നു.
അതായിരുന്നു സുരേന്ദ്രന്റെ ക്യാരക്ടർ എഴുതുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അല്ല അദ്ദേഹം ചെയ്തു പോകുന്ന കഥാപാത്രം പോലത്തെ കഥാപാത്രം എന്നല്ല, എങ്കിലും അദ്ദേഹം ആയിരുന്നു അന്നത് ചെയ്യുന്നെങ്കിൽ എന്നാലും. ഇപ്പം പ്രശാന്തിന്റെ എഴുതുമ്പോൾ എന്റെ മനസ്സിൽ അക്കാലത്ത് നെടുമുടി വേണുവായിരുന്നു, വേണു അങ്കിളായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. അപ്പം അത് എഴുതി പോകാനുള്ളൊരു അല്ല, അതിനൊക്കെ മുമ്പുള്ള അതെ. അപ്പൊ എഴുതി പോകാനുള്ള ഒരു സുഖത്തിന് അങ്ങനെ ചിലപ്പം നമുക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ, കാരണം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ സുരേന്ദ്രനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം എനിക്ക് എഴുത്തിന് ഒരു എളുപ്പത്തിന് അതെല്ലാം കാണുന്നത്. അപ്പം സുരേന്ദ്രന്റെ കാരണം ഞാൻ ഭരത് ഗോപി സാറിനായിരുന്നു. ഇതിൽ ബാക്കിയുള്ള ആക്ടേഴ്സ് ഒക്കെ ആരൊക്കെയാണ്? നിങ്ങൾ മെയിൻ ലീഡ്സ് അല്ലാണ്ട് ബാക്കിയുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റിലൊക്കെ ആരൊക്കെയാണ്? ഇപ്പം ഇത് ഓരോ എപ്പിസോഡും വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം ഷാജോൺ ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഇവര് രണ്ടുപേരും കഴിഞ്ഞാൽ ഒരുപക്ഷെ ത്രൂ ഔട്ട് ഒരു ത്രെഡ് പോലെ എല്ലാ എപ്പിസോഡിലും ഉണ്ടാവുന്ന ഒരാളാണ് ഷാജോൺ. അതുപോലെ തന്നെ രമേശ് പിഷാരടി ഉണ്ട്. ചേട്ടനൊരു ജനാർദ്ദൻ അങ്കിളുണ്ട്. ജനാർദ്ദൻ അങ്കിളും ഈ പറയുന്ന സെക്കൻഡ് എപ്പിസോഡിലാണ്. അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിഷാരടി ചേട്ടന്റെ കഥാപാത്രമാണ് സത്യം പറഞ്ഞ ഈ സിനിമ എവിടെ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇതിന്റെ കഥയൊന്ന് തിരിച്ചുവിടുന്നു, അതിന് ഭാഗവാക്കാവുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ഒരു എന്റെ അമ്മയായിട്ട് ചേച്ചി അതെ, ഭാനു ചേച്ചിയാണ് സുരേന്ദ്രന്റെ അമ്മയായിട്ട്. ചേച്ചിയും ഈ പറഞ്ഞ പോലെ ഈ ആദ്യത്തെ എപ്പിസോഡിന്റെ ബേസ് ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇതൊക്കെ. ഇപ്പൊ ആൽഫിയുടെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും ഒക്കെ അതിൽ നിന്നുകൊണ്ടാണ് പിന്നെ ഈ കഥ മുഴുവൻ പോകുന്നത്. രഞ്ജി പണിക്കർ സാറിന്റെ മകനായതുകൊണ്ട് അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പടങ്ങളും വെച്ച് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഇത് ഏത് ജോണർ പടമാണെന്ന്. ഇത് അൾട്ടിമേറ്റ്ലി കോമഡിയാണ്. 6 എപ്പിസോഡും നിങ്ങൾക്ക് ചിരിച്ച് ഹാപ്പി ആയിട്ട് ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോ കനിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം കനി തീർന്നിട്ട് നീ എന്തിനാ ചിരിച്ചേ? കനി ബിരിയാണിയുടെ കേസല്ല ഈ പറയുന്നത്. അല്ല, കനിയെ ആദ്യം അപ്രോച്ച് ചെയ്യുമ്പോഴേ കനി അടിപ്പടത്തിന്റെ ഇവിടെ നമ്മളെ അടിപ്പടത്തിനൊക്കെ വിളിക്കും. ഞാനിവിടെ ക്ലാസ് ഇവന് വട്ടണം എന്നൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ആദ്യം എനിക്ക്. അല്ലെ, നമ്മൾ ഈ അടിപ്പടം തേർഡ് റേറ്റ് പരിപാടിയാണോ, നമ്മളെ അടിപ്പടത്തിന്റെ ആൾക്കാരാണല്ലോ. ആദ്യം വിളിക്കുമ്പോ ഇതിന് എന്താ കഥാപാത്രം എന്താ സ്ക്രിപ്റ്റ് നോക്കട്ടെ. എനിക്ക് അവള് 10 തവണ വായിച്ചിട്ടാ ചെയ്യണമെങ്കിൽ ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അവളൊന്നും ചെയ്തു. അയ്യോ അല്ലല്ല, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. ഞാൻ എന്നെ വിളിച്ച സന്തോഷത്തിലായിരുന്നു. ശരിക്കും തന്നെ ഇവിടെ എന്തെങ്കിലും എന്നെ വിളിച്ച അങ്ങനെയായിരുന്നു. സത്യമായിട്ടായിരുന്നു. ഹ്യൂമർ ചെയ്തപ്പോ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും ഹ്യൂമർ കുറെ അധികം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എനിക്കൊന്നും എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം ഉള്ളതാണത്. അതുപോലെ എനിക്കും ആഗ്രഹമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സ് ഇതൊക്കെ നമ്മളിത് വായിക്കുമ്പോ ഇവരെ ആക്ടേഴ്സിനൊക്കെ നമുക്ക് അറിയാം. അവരെ ആ രൂപത്തിൽ കാണുമ്പോ ഒരുമിച്ച് കാണാൻ ഭയങ്കര രസമായിരുന്നു. ആ ഒരു ഇതില് എല്ലാവരുടെയും ഒരു എന്താ പറയാ, നമ്മള് ഓരോ കറിക്ക് ഓരോ രുചി, ഒരു മുന്തി നിൽക്കുന്ന ഒരു ഇതുണ്ടാവല്ലോ. ആ ഒരു ഫ്ലേവർ ഇങ്ങനെ ഓരോരുത്തരും അത് ഒരുമിച്ച് കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞു കോസ്റ്റ്യൂം ആണ് മെയിൻ എടുത്തു പറയേണ്ടത്. വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റ്യൂം. എന്റെ ബ്ലൗസും മുണ്ടും തോർത്തും പണ്ടത്തെ കാലത്തെ. പിന്നെ ഗ്രേസിന്റെ ചട്ടി മുണ്ടല്ലേ, പിന്നെ മൊത്തം ഈ ഇതില്ലേ ഹോസ്റ്റലിൽ അതേപോലെ ഭയങ്കര രസമായിരുന്നു കോസ്റ്റ്യൂം. പല പല റിലീജിയനിലുള്ളവരും പല പല ക്ലാസ്സിലുള്ള റിലീജിയൻ എന്ന ഒരു കൂടെ ഉണ്ടെന്നുള്ളത് ബേസിക്കലി ഒരു എനിക്ക് ഇപ്പം ഞാൻ പണ്ടും ഫാസിനേറ്റഡ് ആയിട്ടുള്ള കേരളത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഇത്രയും ഡിഫറെന്റ് ടെറൈൻസ് ഉള്ളത്. ബാക്കി എവിടെയെങ്കിലും പോയാലും ഒരു ബേസിക് ഒരു മെജോറിറ്റി ഒരു ടെറൈൻ ഒരുപോലെ ആയിരിക്കും. കേരളത്തിൽ നമുക്കിപ്പം പറഞ്ഞാൽ ഇതിന്റെ ഓരോ എപ്പിസോഡ് ഓരോ ടെറൈൻ. ഇപ്പൊ നമുക്ക് ഹൈ റേഞ്ച് ഉണ്ട്, നമുക്ക് പാലക്കാട് പോലൊരു സ്ഥലമുണ്ട്, കുട്ടനാടുണ്ട്, വെള്ളക്കെട്ട്, അല്ലെങ്കിൽ എന്താണ് പിന്നെ എവിടെ കണ്ണൂർ, കാസർഗോഡ്, അപ്പൊ ഒരുപാട് ടെറൈൻ. അപ്പൊ ആ ടെറൈൻസും എക്സ്പ്ലോർ ചെയ്യാന്നുള്ള എന്നെ സംബന്ധിച്ചുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ നിന്നുകൊണ്ട് ഓരോ സീക്വൻസിൽ മാക്സിമം എങ്ങനെ ആ ടെറൈനുകൾ ഉപയോഗിക്കാമെന്നും ഉള്ള ഒരു എക്സൈറ്റ്. അപ്പൊ വിഷ്വലി മൊത്തം ഒരു ഡിഫറൻസ് ഉണ്ടാവും ഓരോ എപ്പിസോഡും. സുരേഷ്, ഫൈനലി പ്രേക്ഷകരോട്, നാഗേന്ദ്ര സണിമൂൺസ് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറിൽ ഇതുപോലെ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ഈ 5 ഇല്ലെങ്കിൽ 6 നായിക, അല്ലെ 5 അല്ല 6 നായികമാരുണ്ട്. ഒരെണ്ണം നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല, അതൊരു സർപ്രൈസ് ആണ്. അങ്ങനെ ഓരോ എപ്പിസോഡും ഓരോ നായികമാരുടെ ടൈറ്റിലില് ഓരോ ടൈറ്റിലാണ്. ഓരോന്നും നല്ല സിറ്റുവേഷൻ ഹ്യൂമറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. താങ്ക് യു. ദൂരദർശൻ ക്ലോസ് ചെയ്യുന്നു.
അപ്പൊ താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ്.